അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31 വ്യാഴാഴ്ച ദിവാലി ദിവസമാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്റ്റേറ്റിലാണ്. ഡൊമസ്റ്റിക്കായിട്ടും ഇൻ്റർനാഷണലായിട്ടും ഒരുപാട് ട്രാവലേഴ്സ് സെർച്ച് ചെയ്യുന്ന, ഒരുപാട് ട്രാവലേഴ്സ് എത്തിപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് കറൻ്റ്ലി ഞാനുള്ളത്. ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് രാജസ്ഥാനിലെ ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ രാജസ്ഥാനെക്കുറിച്ച് നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ നോർത്ത് സൈഡിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജയ്പൂർ, ജോധ്പൂർ, ഉദയ്പൂർ, അജ്മീർ, പുഷ്കർ, ജയ്സൽമീർ, അങ്ങനെയായിട്ട് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് നമുക്ക് കറങ്ങി തീർക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ചെറിയൊരു യാത്രയിൽ ഈ എല്ലാ ലൊക്കേഷൻസും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി വന്നിരിക്കുന്ന ഒരു 4 നൈറ്റ് ഒരു 5 ഡേയ്സ് പരിപാടിയായിട്ടാണ്. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ മേജറായിട്ട് കവർ ചെയ്യുന്നത് പിങ്ക് സിറ്റി ആയിട്ടുള്ള ജയ്പൂരും ബ്ലൂ സിറ്റി ആയിട്ടുള്ള ജോധ്പൂരുമായിരിക്കും. അപ്പം കറൻ്റ്ലി ഞാനിപ്പോൾ നിൽക്കുന്നത് ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് തുടങ്ങി 2 ദിവസം നമ്മൾ ജയ്പൂരിലായിരിക്കും. ജയ്പൂരിൽ നിന്ന് പിന്നീട് നമ്മൾ ട്രെയിൻ കയറി ജോധ്പൂരിലേക്ക് പോകും. ജോധ്പൂരിൽ 2 ദിവസം ഉണ്ടാവും. അവിടുന്ന് തിരിച്ച് ഞാൻ ജയ്പൂരിൽ വരും. ജയ്പൂരിൽ നിന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ ഇത്രയും ദിവസത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ട്രാവൽ സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. ജയ്പൂരിലെയും ജോധ്പൂരിലെയും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ ഡെസ്റ്റിനേഷൻസുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ജയ്പൂരിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ ദിവാലി അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ്. പിന്നെ ഈ ഒരു രാജസ്ഥാൻ ഫുഡിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ചെന്നൈ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റിലാണ് ഞാൻ ആക്ച്വലി ജയ്പൂരിലെത്തിയത്. നമുക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് either ഹൈദരാബാദ്, മുംബൈ അല്ലെങ്കിൽ ചെന്നൈ വഴിയൊക്കെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് രാജസ്ഥാനിലേക്ക് വരാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ജസ്റ്റ് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അങ്ങ് നിൽക്കുകയാണ്. ഡൊമസ്റ്റിക് അറൈവൽ ഹാളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ദേ ഇരിക്കുന്നു. അപ്പം ഇനിയിപ്പം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ പുറത്തോട്ടിറങ്ങി അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് ബാക്കി അങ്ങനെ പോവാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും രാജസ്ഥാൻ ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അത് പുറത്തോട്ട് ഇറങ്ങട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു എയർപോർട്ട് റോഡ് എവിടെയാണ് കേട്ടോ. ആ ഒരു എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു സംഭവം കാണാനായിട്ട് പറ്റുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലെ തൊരങ് ഗേറ്റ് എന്നറിയപ്പെടുന്നതാണ്. അഥവാ ഗേറ്റ് വേ ഓഫ് രാജസ്ഥാൻ എന്നറിയപ്പെടുന്ന, ഗേറ്റ് വേ ഓഫ് ജയ്പൂർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. ഫുള്ള് മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള 5 നിലയുള്ളൊരു സ്റ്റോറേജ് ബിൽഡിങ് ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റിൽ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 5 നിലകളിലായിട്ടാണ് ആക്ച്വലി. ഇത് 2024 മാർച്ച്, വളരെ അടുത്ത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നേ കണ്ടില്ലേ, അവിടെ എയർപോർട്ട് എന്നുള്ള ബോർഡുണ്ട്. അപ്പോൾ ആ ഒരു റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നത് എയർപോർട്ടിലോട്ടാണ്. ഇവിടെ ഈ ഒരു സംഭവം കാണാനായിട്ട് പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ആ തൊരാൻ ഗേറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരിതാണ്. ഫുള്ള് മാർബിളിനകത്താണ് ഈ ഒരു സാധനം ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫുള്ള് മാർബിളിലാണ്. ഏകദേശം 210 അടി മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സംഭവം സെറ്റാക്കി വെച്ചിരിക്കുന്നത്, 5 നിലകളിലായിട്ട്. അപ്പോൾ ഇത് രാത്രിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേക്കും നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് നടന്നിറങ്ങി വന്നിട്ട് കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി. അങ്ങനെ നമ്മൾ തുരൻദ്വാറിൽ നിന്ന് നടന്ന് വന്നിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് അബൌട്ട് തന്നെ കറങ്ങി വരുമ്പോഴത്തേക്ക് എത്തുന്ന രാജസ്ഥാനിലെ ജയ്പൂരിലെ മറ്റൊരു അടിപൊളി സംഭവമാണ് പത്രിക ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗേറ്റ്. അപ്പോൾ ഇത് ആക്ച്വലി മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് പ്ലേസ് ഇൻ ഇന്ത്യയാണ്, വൺ ഓഫ് ദ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ജസ്റ്റ് ഒരു ഗേറ്റ് കണക്കൊരു സംഭവമാണ്, പക്ഷേ അതിനകത്ത് കുറേ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനടുത്ത് എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആനയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അവിടെ ഒരു ചക്രമുണ്ട്. അവിടെ രാജസ്ഥാൻ എഴുതിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് പത്രിക ഗേറ്റ്.
അപ്പോൾ ഈ കാണുന്നതാണ് പത്രിക ഗേറ്റ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതേ കണ്ടില്ല. ഞാൻ ഇതാണ് പറയാനുണ്ടായത് ഏറ്റവും മെയിൻ കാരണം. ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് പ്ലേസ് ഇൻ ഇന്ത്യയാണ് ഈ ഒരു പത്രിക ഗേറ്റ് എന്ന് പറയുന്ന സംഭവം. 2016 ആക്ച്വലി ഇത് ഓപ്പൺ ആകുന്നത്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. 1.5 കിലോമീറ്റർ നമുക്ക് നടന്ന് വരാനായിട്ട് പറ്റും. നടന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിട്ട് പോകാൻ നല്ല ആർട്ടൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതേ കണ്ട ബാക്കിൻ്റെ അടിപൊളി. അപ്പോൾ അതിൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിനി ആ റൂട്ടിലോട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇനി നമുക്ക് ബിർള മന്ദിരം, ആൽബർട്ട് മ്യൂസിയം കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ അതേ കണ്ടില്ലേ, ഒരുപാട് ഫോട്ടോഗ്രാഫിയും പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് ദീപാവലിയും കൂടെ ആയതുകൊണ്ട് ദിവാലി ടൈപ്പ് ഓഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആൾക്കാരിട്ടിട്ട് വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്രിക ഗേറ്റിൽ നിന്നുള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണേ. അപ്പോൾ പത്രിക ഗേറ്റിൽ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്നിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അത് ഈ ഒരു പത്രിക ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള റോഡ് വഴി കുറച്ച് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ബിർള മന്ദിറും അതുപോലെ തന്നെ ആൽബർട്ട് മ്യൂസിയം ഒക്കെ വരും. അതുകൂടെ കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയമൊക്കെ ആവുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് നടന്ന് പോട്ടെ കേട്ടോ. അങ്ങനെ പത്രിക ഗേറ്റിൽ നിന്ന് ഞാനൊരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ജയ്പൂരിലുള്ള ബിർള മന്ദിറിൽ വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നിപ്പം നവംബർ മാസമൊക്കെ അത്യാവശ്യം തണുപ്പ് വരേണ്ടതാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയാവുന്നു. അപ്പോൾ ഇതും ആൽബർട്ട് ഹാളും കൂടെ കഴിഞ്ഞിട്ട് വേണം ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടുത്തെ ബിർള മന്ദിറിലാണ്. ഈ ഒരു മതിലിൻ്റെ അപ്പുറത്തായിട്ടാണ് ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് പോയിട്ട് അതുവഴി കയറി വരണം. അപ്പോൾ ഞാൻ എങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ദിവാലി ആയതുകൊണ്ടാണോ അറിയാൻ വയ്യ. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെയാണ് വന്നത്. അവിടെ കാണാം നമുക്ക് ബിർള മന്ദിർ. ആ ബാക്കിൻ്റെ കാണുന്നതാണ് സംഭവം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ. അപ്പോൾ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി നാരായൺ ടെമ്പിൾ ദർശൻ ടൈമിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സമ്മറിലും വിൻ്ററിലും 2 ഡിഫറെൻറ്റ് ടൈമിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ആ ബിർള മന്ദിറിലോട്ട് പോകുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു കോട്ട കാണാൻ പറ്റും. കണ്ടോ, ചെറിയൊരു കോട്ടയുണ്ട്. ആ കോട്ടയിൽ നിന്നിട്ട് ഈ ഒരു ബിർള മന്ദിർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്ന് ദിവാലി ആയതുകൊണ്ട് നൈറ്റ് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമ്മളിത് ബിർള മന്ദിറിൻ്റെ ആ ഒരു സൈഡിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, പടി കയറി ക്ഷീണിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ജയ്പൂരിലുള്ള ബിർള മന്ദിറിൻ്റെ. 12 മണിക്ക് അടയ്ക്കും. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല വെയിലാണ്. എന്തായാലും ഒരു രക്ഷയില്ല. ചെരുപ്പൊക്കെ ഇവിടെ പുറത്തിട്ടിട്ട് നമുക്ക് ആ വഴി പോയി അകത്ത് കണ്ടിട്ട് വരാനൊക്കെ പറ്റും. ബിർള മന്ദിർ. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഞാൻ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് വൈറ്റ് മാർബിളിനകത്താണ്. തറയിലൊക്കെ വൈറ്റ് മാർബിളാണ് കേട്ടോ. കണ്ടില്ലേ. അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. വെയിലത്തോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. കുഴപ്പമില്ല കേട്ടോ, തണുപ്പാണ്. നൈസ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടാ, സൂപ്പർ. അപ്പോൾ ഇതാണ് ആ ഒരു ടെമ്പിളിൻ്റെ പുറത്ത് നിന്നുള്ളൊരു കാഴ്ച. 12 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാരെയൊക്കെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇരിക്കുന്നു. ഇതൊരു വെയിലെന്ന് പറഞ്ഞാലും പൂര ജാതി വെയിൽ കണ്ടാ. അപ്പോൾ ഇതാണ് ബിർള മന്ദിറിൽ നിന്നുള്ളൊരു കാഴ്ച. അങ്ങനെ ബിർള മന്ദിറിൽ നിന്ന് ഞാൻ അവിടുന്ന് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ആൽബർട്ട് ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ജയ്പൂരിൻ്റെ നാഷണൽ മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട്. അപ്പം 52 രൂപയാണ് ആക്ച്വലി ഒരാൾക്ക് ഇതിനകത്തേക്കുള്ള എൻട്രി ഫീസ്. പഴയ ഒരു കൊട്ടാരം കണക്കുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇത് ജയ്പൂരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക, ഒരുപാട് പുരാവസ്തു സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം വലിയൊരു മ്യൂസിയമാണ്. ഇതിനകത്ത് കയറി കാണാനൊക്കെ പറ്റും. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല. അപ്പോൾ നാളെ നമ്മൾ പോകുന്ന ഒരു മലനിരകളൊക്കെ അവിടെ കാണാം. ആംബർ ഫോർട്ട് കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം 1887 ഇതൊരു സ്റ്റേറ്റ് മ്യൂസിയമായിട്ട്. ഫ്രാവുകൾ പറഞ്ഞു പോകുന്നതൊക്കെ എൻ്റെ മോനെ അടിപൊളി. നൈസ്, അടിപൊളി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം 1887 ഈ ഒരു സംഭവം രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചത്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മ്യൂസിയം ഇൻ രാജസ്ഥാനാണ് കേട്ടോ. ഈ
ഈ ഒരു സംഭവം ആൽബർട്ട് ഹാൾ മ്യൂസിയം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ പറവകളൊക്കെ ഉണ്ട്. അതിനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടാണ് കണ്ടില്ലേ, ഈ പ്രാവുകൾ ഫുള്ളങ്ങനെ പറന്നു വന്നപ്പം സെറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആൽബർട്ട് ഹാൾ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് മ്യൂസിയത്തിൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ചകൾ. അകത്ത് പോയി കഴിഞ്ഞാൽ കുറേയധികം സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ ഇറങ്ങി ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. സമയം 12:30 മണിയാവുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ സിന്ധി ക്യാമ്പിലോട്ട് പോകണം. സിന്ധി ക്യാമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ ഹോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതേ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് സിന്ധി ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. ഈ കാണുന്നത് സിന്ധി ക്യാമ്പ് മെട്രോയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പം കയറിയിട്ട് നമ്മൾ നേരെ ഹവാമഹലിൻ്റെ സൈഡിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ കാണാൻ എനിക്ക് പറ്റും ഉത്കർഷ് സിന്ധി ക്യാമ്പ് പറഞ്ഞത്. അപ്പോൾ സിന്ധി ക്യാമ്പ് എന്ന് പറയുന്നത് ജയ്പൂരിലെ വലിയൊരു ഹാപ്പനിങ് ഏരിയ ആണ്. ഒരു അത്യാവശ്യം ലോക്കൽ ഒരു ഏരിയ ആണ് സിന്ധി ക്യാമ്പ്. ബസ് സ്റ്റാൻഡൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഈ ഒരു സ്ഥലത്തോട്ട് ജയ്പൂരിൻ്റെ പല ഭാഗങ്ങളിലോട്ടുമുള്ള ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനി മെട്രോയിൽ കയറുന്നു. മെട്രോയിൽ കയറിയിട്ട് നമുക്ക് നേരെ ഹവാമഹലിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ സിന്ധി ക്യാമ്പ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഹവാമഹലിൻ്റെ സൈഡിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കട്ടെ, ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്കിത് ബഡി ചോപ്പർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു മെട്രോ ഉള്ളത് മാനസരോവറിൽ നിന്നും ബഡി ചോപ്പർ വരെയാണ്. ബഡി ചോപ്പർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഹവാമഹലിൽ ആ ഒരു സിറ്റി പാലസിൻ്റെയൊക്കെ അടുത്തോട്ടേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അതേ കണ്ടില്ല, ഇവിടുത്തെ ഈ ഒരു റൂട്ട് ഞാൻ അതേ കാണിച്ചു തരാൻ കണ്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിന്ധി പോളിലാണ്. സിന്ധി പോളിൽ നിന്നും ചന്തപ്പോളെ, ചോത്പൂരെ ആൻഡ് ബഡി ചോപ്പർ. അപ്പോൾ ഇവിടുന്ന് ഇത്രയും റൂട്ടിലാണ് ഈ ഒരു മെട്രോ സർവീസ് ആക്ച്വലി ജയ്പൂരിൽ മെട്രോ സർവീസ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇതിലോട്ട് കയറട്ടെ. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഉള്ളത് സിന്ധി ക്യാമ്പിലെ മെട്രോ സ്റ്റേഷനിലാണ്. ബഡി ചോപ്പർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന മെട്രോയിലെ സ്റ്റോപ്പ് ഇവിടാണുള്ളത്. ആരുമില്ല കേട്ടോ മെട്രോയിൽ, ആകെ ഞാൻ മാത്രം. അത് ഇനി ഉള്ള ആൾക്കാരൊക്കെ കയറി പോയതാണോ അതേ കണ്ടില്ല, എല്ലാം എം ടി. ഈ ഒരു ഏരിയ എം ടി. ആകെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി 2 മണിക്കൂർ ആക്ച്വലി. ഹോട്ടലിൽ വന്ന് കിടന്നിറങ്ങിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അല്ല, ഒരു മണിക്കൂർ കിടക്കാമെന്ന് പറഞ്ഞ് കിടന്ന കാണാൻ 2 മണിക്കൂറായി. അപ്പം എഴുന്നേറ്റ് നോക്കിപ്പോണ്ട് 5 മണിക്കാണ് ഇറങ്ങിയത്. അപ്പം നേരത്തെ പോയിട്ട് ആ ഒരു പാലസ് സംഭവങ്ങളൊക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് ഇറങ്ങിയിട്ട് എന്തായാലും പോവാം. അപ്പോൾ ദേ കണ്ടില്ലേ മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ളൊരു കാഴ്ച ഇതാണ്. ആളും അനക്കവും ബഹളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ദേ സിന്ധി ക്യാമ്പ് എന്ന് പറയുന്നൊരു മെട്രോ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നമ്മളിപ്പം പോകാൻ പോകുന്നത് ബഡി ചോപ്പർ എന്ന് പറയുന്ന നമ്മുടെ ഹവാമഹലൊക്കെയുള്ള ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യും. ഇത് മാനസരോവറിലോട്ട് പോകുന്ന ഒരു ട്രെയിനിൻ്റെ വന്ന് കിടക്കുന്നുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അതിനകത്ത്. എന്തായാലും നാട്ടിലത്തെ കണക്കുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ തന്നെ, ബോഗിയും കാര്യങ്ങളൊക്കെ സെയിമാണ്. അപ്പോൾ മാനസരോവറിലോട്ട് പോകുന്ന മെട്രോ ഈ നമ്മുടെ സിന്ധി ക്യാമ്പ് സ്റ്റേഷനിൽ വന്നിട്ട് ദേ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ട്രെയിൻ വരണം, നേരെ കയറിയിട്ട് ഹവാമഹൽ. അപ്പോൾ ദേ നമ്മുടെ ബഡി ചോപ്പറിലോട്ട് പോകുന്ന ട്രെയിൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ ബഡി ചോപ്പർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഹവാമഹലിൻ്റെ സൈഡിലേക്ക് പോകാനുണ്ട്. അങ്ങോട്ട് പോട്ടെ. എന്തായാലും സമയം ഇപ്പോൾ 6 മണിയാവുന്ന വാച്ചിൽ കാണാനായിട്ട് പറ്റും. കുറച്ച് ലേറ്റായി പോയി, എന്താ ചെയ്യല്ലേ. അപ്പോൾ ഇവിടെ നോക്കാൻ പറ്റും. ഗേറ്റ് 2, 3 പോയി കഴിഞ്ഞാലുള്ളത് സംഭവങ്ങൾ. ഹവാമഹൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങോട്ടുള്ള 1-ാം നമ്പരും 4-ാം നമ്പറിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഇതാണ്. ഈ ഒരു ഇതിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഹവാമഹലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ്റെ എക്സിറ്റിലോട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ല മെട്രോ സ്റ്റേഷനാണ്. മുകളിൽ അത്യാവശ്യം കുറേ ആർട്ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിൻ ഇവിടുന്ന് നേരെ തിരിച്ച് മാനസരോവറിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 സ്ഥലത്തിനിടയ്ക്കായിട്ടാണ് ജയ്പൂർ മെട്രോ കറണ്ടിൽ റണ്ണിങ് ആയിട്ടുള്ളത്. ഒരു 7-8 സ്റ്റോപ്പോ 10 സ്റ്റോപ്പോ അങ്ങോട്ടൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും പുറത്തോട്ട് ഇറങ്ങട്ടെ. നേരെ നമ്മൾ ഹവാമഹൽ, ജന്തർ മന്തർ, ട്രിപ്പോളി, അപ്പോൾ അതൊക്കെ ഉള്ള ആ ഏരിയയിലോട്ടൊക്കെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ 1-ാം നമ്പർ ഗേറ്റിലൂടെയോ 4-ാം നമ്പർ ഗേറ്റിലൂടെ ഇറങ്ങണം കേട്ടോ. അതേ കണ്ടില്ലേ, ഹവാമഹൽ, ജന്തർ മന്തർ, ട്രിപ്പോളി, ബസാർ, ചോത്ര, രാഷ്ട്ര ഇറങ്ങട്ടെ. അപ്പോൾ 1-ാം നമ്പർ ഗേറ്റിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഹവാമഹലിലോട്ട് എത്താം എന്നുള്ള ബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആ ഒരു ഗേറ്റ് വഴി നമ്മൾ മുകളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ആ മെട്രോ കയറി ഇറങ്ങി വരുന്നത് ദേ എൻ്റെ മോനെ അടിപൊളി. നോക്കിയൊക്കെ ലൈറ്റ് കണ്ട ആ സൈഡിലൊക്കെ. നോക്കി ബസ് വന്നിറങ്ങുന്നത് ഭയങ്കര ഒരു മാർക്കറ്റ് ഏരിയയിലാണ്. ആ ഒരു മാർക്കറ്റ് ഏരിയയിലൂടെ നമുക്ക് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതേ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ആ മുകളിലോട്ട് ഒഴിക്കാൻ
പൊളി. അപ്പോൾ ഇവിടെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നിന്നിട്ടൊന്ന് നോക്കട്ടെ. ഓ, ഇവിടെ ഫുള്ള് ലൈറ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ലൈറ്റുകൾ, പൊളി. അപ്പോൾ നമ്മളിത് ഹവാമഹൽ എൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ബെഡി ചോപ്പർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ആ റോഡ് സൈഡിൽ തന്നെ നമുക്കത് ഹവാമഹൽ കാണാനായിട്ട് പറ്റും. ഈ ലൈറ്റൊക്കെ ഇട്ട് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഈ സംഭവമാണ് ഹവാമഹൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ലപോലെ കിട്ടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇതാണ് ഹവാമഹൽ രാത്രിയുള്ളൊരു കാഴ്ച കണ്ടോ, പൊളിയല്ലേ. അപ്പോൾ അതിൻ്റെ ആ റൂഫ് ടോപ്പിലുള്ള ഓപ്പോസിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഹവാമഹൽ വരത്തക്ക രീതിയിൽ നമുക്ക് നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ കേട്ടോ. ദിവാലിയാണ് ചേട്ടൻ്റെ വിസിലടി കണ്ടില്ലേ. ആ റൂഫ് ടോപ്പ് ഏരിയയിൽ ദിവാലി ആഘോഷിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനായിട്ട് കയറി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് ഹവാമഹൽ. ഇപ്പോൾ ഹവാമഹലിൻ്റെ ഒരു ഭംഗി നോക്കേ, നല്ല രസമില്ലേ. ഇവിടെ അത്യാവശ്യം കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഹവാമഹൽ കാണാനായിട്ട്. ആ ഒരു സൈഡിലോട്ട് ഫുള്ള് ലൈറ്റാണ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, മാർക്കറ്റ് സൈഡിലോട്ടൊക്കെയാണ് കാണാനായിട്ട്. ഇവിടുത്തെ കാഴ്ച നോക്കിയൊക്കെ നല്ല രസമുണ്ട് അല്ലേ, കിടിലം. അപ്പോൾ ഈ ഒരു റൂഫ് ടോപ്പിൻ്റെ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഹവാമഹലിൻ്റെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ പൊളിയല്ലേ. താഴെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ബാക്കിൽ ഫോർട്ടിൻ്റെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ആ രീതിയിലുള്ള ഫോർട്ട്. അപ്പോൾ ദിവാലിയുടെ അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും പാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം, നല്ല വൈബ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി പെർ പേഴ്സണ് 200 കൊടുത്താലേ ഈ ഒരു മുകളിലോട്ട് അവർ എൻട്രി തരത്തുള്ളൂ. പിന്നീട് നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നതിനനുസരിച്ച് ആ ഒരു 200 രൂപ കുറച്ച് കിട്ടും. ആക്ച്വലി ഫുഡ് കഴിക്കുക, അതിൻ്റെ കൂടെ പൈസ കൊടുക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ വെറുതെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാനായിട്ട് സത്യം സമ്മതിക്കില്ല. ഈ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റുകളിൽ വന്നിട്ട് ഈ ഒരു ഹവാമഹലിൻ്റെ വ്യൂ കറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ 200 രൂപ പെർ പേഴ്സണ് കൊടുത്തിട്ട് എടുക്കണം. പക്ഷേ ഈ പറയുന്ന കണക്ക് തന്നെ അത് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴേക്കും അതിൽ നിന്നുള്ള ടോട്ടൽ ബില്ലിൽ നിന്ന് ഒരു കുറയ്ക്കും. അതാണ് പരിപാടി. അപ്പോൾ ഇതാണ് ആ ഒരു കഫേയിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വന്നില്ല, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഹവാമഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ ചെറിയൊരു കഫേയും തുടങ്ങി, ആളും കിട്ടും, കച്ചവടവും കിട്ടും, ഫോട്ടോയും എടുക്കാം, എല്ലാ പരിപാടിയും നടക്കും. അതാണ് കേട്ടോ ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റൂഫ് ടോപ്പ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഹിന്ദി സോങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. ഷാരൂഖ് ഖാൻ്റെ ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. പൊളി ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ്. ആ ഒരു റോഡിൻ്റെ സൈഡിൽ ഫുള്ള് ലൈറ്റ് ഇട്ടൊക്കെ കണ്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേക്കും കാണാനായിട്ട് വരും, കണ്ടാ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാ റോഡിലും ഉണ്ട്. ആ ഒരു റോഡിനകത്ത് നോക്കിയൊക്കെ ഫുള്ള് കിട്ടില്ല ലൈറ്റുകൾ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള ആ ഒരു റോഡിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു റോഡിലുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള 4 റോഡുകളിലും ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഒരു രക്ഷയില്ല, പൊളി വൈബ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ജയ്പൂർ സൈഡിലുള്ള ഒരു വലിയ മാർക്കറ്റിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പു ബസാർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ സൈഡിലായിട്ട് നമുക്ക് ഫുള്ള് ജയ്പൂരി ചപ്പൽ, ഡ്രസ്സ്, ബാഗുകളൊക്കെ വിൽക്കുന്ന കടകളും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. എല്ലാം ജയ്പൂർ സ്റ്റൈലിൽ, ആ ഒരു രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ചെരുപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ ഡൽഹിയിലൊക്കെ പോകുമ്പോഴേ കണ്ടിട്ടുള്ളതാണ്. എന്നാലും അതെല്ലാം ഈ ഒരു ഏരിയയിൽ നിന്നാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ കണ്ടില്ലേ, ഫുള്ള് അതിനൊക്കെയുള്ള ഷോപ്പുകളാണ് അവിടെ. ആ ജയ്പൂർ സ്റ്റൈലിലെ, രാജസ്ഥാൻ സ്റ്റൈലിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഫുള്ള് വെക്കിയെടുക്കുകയൊക്കെ ചെയ്തത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനെ നടന്ന് പോകാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ദിവാലി ഒരു രക്ഷയില്ല, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടേക്കുണ്ടോ. ഇവിടെ എല്ലാം ഒരു ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഒരു ലൈറ്റിൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്.
ഫുള്ള് പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം 7:30 മണിയാവുന്നു. നമ്മളിപ്പോൾ ബാപ്പു ബസാറിൻ്റെ സൈഡിലോട്ട് അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്, അടിപൊളി. റോഡ് സൈഡിലൊക്കെ അത്യാവശ്യം കുറേ ഫുഡുകൾ, ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഞാൻ. അപ്പോൾ അതേ കണ്ടില്ല, ഇവിടെ പോലീസ് കമ്മീഷണർ എന്തോ വലിയ ഏതോ ടീമാണെന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ ഫുള്ള് സീറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അടിപൊളി. നമുക്ക് കിട്ടിയില്ലല്ലോ, നമ്മളെ പറ്റിച്ച. അങ്ങനെ നമ്മൾ ഹവാ മഹലിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് ഇവിടെ ഒരു ഗേറ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. സങ്കേരി ഗേറ്റ് എന്നാണ് ഈ ഒരു ഗേറ്റിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാപ്പു ബസാറാണ്. ബാപ്പു ബസാറിൻ്റെ റോഡാണ് ഈ ഒരു സംഭവം കേട്ടോ. ഈ ഒരു റോഡ് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫേമസ് എന്താ പറയുക സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ആര് ബാപ്പു ബസാർ ഏരിയ ഒക്കെ കവർ ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ അതേ ബാപ്പു ബസാറിലോട്ടുള്ള വഴിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും ഒരു രക്ഷയും ഇല്ല. അമ്മാതിരി ലൈറ്റാണ് കേട്ടോ. വിഷയം എന്ന് പറഞ്ഞാലും പോരെ വിഷയം. നോക്കേ, അടിപൊളി, കിടിലം. അപ്പോൾ ബാപ്പു ബസാറിൽ കൂടെയുള്ള എൻ്റെ നടത്തം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര വൈബ്. എനിക്ക് തോന്നുന്നു മൈസൂരിൽ ദസറയ്ക്ക് പോയപ്പം കണ്ടതിനേക്കാൾ കൂടുതൽ ലൈറ്റ് ഈ ഒരു ഹവാമഹൽ ബാപ്പു ബസാർ ഏരിയയിലായിട്ട്, ചന്തപ്പോൾ ഏരിയയിലായിട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ അത്രയ്ക്ക് ലൈറ്റുകളാണ്, ഭയങ്കര സെറ്റപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടാണ്. ഫുള്ള് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട്. കടകളൊക്കെ നേരത്തെ അടച്ചിട്ട് പോയി ദിവാലി ആഘോഷിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബ് എന്തായാലും കൊള്ളാം, അടിപൊളി. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഫോറിനേഴ്സായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളിവിടെ എവിടെയൊക്കെ കണ്ടു. അപ്പോൾ അതേ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് ഞാൻ. ഒരു രക്ഷയില്ലാത്ത ലൈറ്റുകൾ. നല്ല രസമില്ലേ എങ്ങനെ നടന്നു പോയി കാണാനായിട്ട്? പൊളിയാണ് കേട്ടോ. എന്തോരോ ആൾക്കാരാണല്ലേ. നമ്മുടെയൊക്കെ നാട്ടിലെ ദിവാലി പോട്ട്, ഓണമൊക്കെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് നാളൊക്കെ എന്നല്ലേ. നോക്കി കാണാം, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് തന്നെ. പൊളി. ജയ്പൂരിലൂടെയുള്ള എൻ്റെ സഞ്ചാരം തുടരുകയാണ്. സമയം രാത്രി 9 മണിയാവുന്നു. നമ്മളെങ്ങനെ ബാപ്പു ബസാറിലൂടെ നടന്നിട്ട് അടുത്ത ഒരു മെയിൻ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അജ്മീരി ഗേറ്റ് ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ. അവിടെ എങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാലും എല്ലാവരും ഈ ഒരു ലൈറ്റ് കാണാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയ്പൂരിലെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. നമ്മൾ രാവിലെ ജയ്പൂരിലെത്തി. അതിനുശേഷം ആ ഒരു ഏരിയയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. ഹോട്ടലിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നിറങ്ങി. വൈകുന്നേരത്തെ ദീപാവലി വൈബും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഞാനിവിടെ നേരെ മെട്രോയിലോട്ട് പോകും. മെട്രോയിൽ കയറിയിട്ട് നേരെ ഹോട്ടലിൽ പോകണം, എന്നിട്ട് കിടന്നുറങ്ങണം. നാളെ നമ്മൾ ജയ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റു കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തായാലും ജയ്പൂരിലെ ദിവാലി ഒരു രക്ഷയില്ല. മൈസൂരിനെയൊക്കെ കവച്ച് വയ്ക്കത്തക്ക രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളും ആളുകളും ഒക്കെയാണ്. എന്തായാലും സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിവാലി ദിവസം വന്നത് എന്തായാലും വെറുതെ. എന്തായാലും ജയ്പൂരിലെ മറ്റൊരു ദിവസത്തെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാൻ വരെ. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.